നമസ്കാരം, ഗസ്റ്റ് ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ഗസ്റ്റ് ടൈമിൽ അതിഥിയായിട്ടുള്ളത് കഴിഞ്ഞ 8 വർഷമായി സിദ്ധനാഡി ചികിത്സാ രംഗത്ത് സജീവ സാന്നിധ്യമായ നിരവധി സംസ്ഥാന ദേശീയ പുരസ്കാര ജേതാവ് കൂടിയായ ഡോക്ടർ JS വിവേകാണ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ അഗസ്ത്യനാഡി പാരമ്പര്യ വൈദ്യശാലയിൽ ഫൗണ്ടറാണ്, ഇപ്പോൾ ഡോക്ടറാണ്, കൺസൾട്ടിങ് ഡോക്ടറും കൂടിയാണ്. അപ്പോൾ ഇതിലേക്ക് വരാനായിട്ടുള്ള സാഹചര്യം, പാരമ്പര്യ വൈദ്യശാല എന്ന് കേൾക്കുമ്പോൾ തന്നെ തലമുറകളായിട്ട് ചെയ്തു വരുന്നൊരു ചികിത്സാ രീതിയും കൂടിയാണ്. അപ്പോൾ അതൊന്ന് പറയാമോ? അതായത് ഒരു അഗസ്ത്യനാഡി വൈദ്യശാല എന്നുള്ളൊരു വൈദ്യശാലയായി മാറിയത് സത്യം പറഞ്ഞാൽ 1901 അന്നത്തെ വൈദ്യനും എൻ്റെ ഒരു മുത്തശ്ശനുമായിട്ടുള്ള ശങ്കരൻ വൈദ്യരാണ് അതുവരെ വീടുകളിൽ ചെന്നുള്ള നാഡീ ചികിത്സ ഒരു കോൺസെപ്റ്റ് മാറ്റി സ്വന്തം ഒരു വൈദ്യശാല ഇട്ടിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് പേഷ്യൻസിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും എത്താൻ കഴിയാത്തത്ര തിരക്കായതിൻ്റെ പേരിലാണ് അന്ന് വീട്ടിൽ തന്നെ ഒരു നാഡീ ചികിത്സാലയം എന്നുള്ളൊരു വൈദ്യശാലയായിട്ട് അന്ന് ആരംഭിച്ചത്. അന്നത്തെ കാലത്ത് തന്നെ ഈ മെഡിക്കൽ കോളേജുകളും കാര്യങ്ങളെല്ലാം വരുന്ന ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. ഇന്ന് നമുക്ക് കാണുന്നത് പോലെയുള്ള ആശുപത്രികളോ അല്ലെങ്കിൽ മറ്റു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ആരോഗ്യ കേന്ദ്രങ്ങളും ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. അന്നത്തെ കാലത്ത് തന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനേക ദൂരം ഈ കാളവണ്ടികൾ പോലെയുള്ള വണ്ടികളിൽ സഞ്ചരിച്ചാണ് അന്ന് തന്നെ ആൾക്കാർ ചികിത്സയ്ക്ക് എത്തിയിരുന്നത്. അന്ന് വേറെ സ്ഥലങ്ങളിൽ പോകാനും ഇല്ലായിരുന്നു. അന്ന് ഈ മരണപ്പെടാൻ തന്നെ സാധ്യതയുള്ള ഒരുപാട് ആൾക്കാരെ ജീവിതം തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പൂപ്പൻ, അതായത് ശങ്കരൻ വൈദ്യർ എന്നുള്ളത്. അന്ന് തന്നെ ജനങ്ങൾക്കിടയിൽ ഒരു ദൈവത്തിൻ്റെ സ്ഥാനമായിരുന്നു അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ഇത്രയും ഒരു ബഹുമാനം ലഭിച്ചതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിനെ പോലെയൊക്കെ ആവണമെന്ന് എനിക്കും അതുപോലെ എൻ്റെ അച്ഛനും തോന്നിയത്. അച്ഛൻ്റെ കാലഘട്ടത്തിലും ഇതുപോലെ ഒരുപാട് പേഷ്യൻസ് വരുന്നതാണ്. ഇത് അവർക്കും ഇതുപോലെ ജീവിതം തിരിച്ചു നൽകാൻ അച്ഛനും കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഞാനും ചെയ്യുന്നത്. നാഡി ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് തരം ചികിത്സയാണ്? അതായത് എല്ലാ പൗരാണിക ചികിത്സയുടെയും ഒരു ബേസിക് എന്നുള്ളത് ഈ നാഡി തന്നെയാണ്. ആയുർവേദമാകട്ടെ, സിദ്ധയാവട്ടെ, മർമ്മ ചികിത്സയാകട്ടെ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബേസിക് ഈ ത്രിദോഷങ്ങളായിട്ടുള്ള വാദം, പിത്തം, കഫങ്ങൾ തന്നെയാണ്. അപ്പോൾ ഏത് തരം ത്രിദോഷങ്ങളിൽ ഏതാണോ കൂടുതലായിട്ടുള്ളത് അത് നമുക്ക് നാഡി ഡയഗ്നോസിസ് ഇതിലൂടെ തിരിച്ചറിയാൻ കഴിയുകയും അതിന് ഏതാണോ കൂടി നിൽക്കുന്നത് അല്ലെങ്കിൽ കുറഞ്ഞു നിൽക്കുന്നത് അതിൻ്റേതായിട്ടുള്ള മെഡിസിൻസ് ഉപയോഗിച്ച് നമുക്കത് സുഖപ്പെടുത്താനും കഴിയുന്നു. ഡോക്ടർ, ഈ ആയുർവേദ ചികിത്സേക്കാളും പഴയതാണ് നാഡി ചികിത്സ എന്ന് പറയുന്നുണ്ടായിരുന്നു. അതിനുള്ള റീസൺ എന്താണ്? അതായത് നമുക്ക് യുഗങ്ങൾ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട് ഭാരതീയ ചരിത്രം അനുസരിച്ച്. കലിയുഗത്തിൻ്റെ ആദ്യ ഘട്ടങ്ങളിലാണ് നമുക്ക് ഈ അമൃത് കടയുന്ന സമയത്താണ് ധന്വന്തരി മഹർഷി ആദ്യമായി ഉത്ഭവിക്കുന്നത്. ആ സമയത്താണ് ആയുർവേദത്തിൻ്റെ ഉത്ഭവമായിട്ട് കരുതുന്നത്. അതേസമയം നമുക്ക് ത്രേതായുഗത്തിൽ തന്നെയാണ് ശ്രീരാമ യുദ്ധം നടക്കുന്ന സമയങ്ങളിൽ ലക്ഷ്മണന് പരിക്ക് പറ്റുന്ന സമയത്ത് നമ്മുടെ മരുത്വ മലയിൽ നിന്ന് മരുന്ന് കൊണ്ടുവന്ന് ചെയ്തത്. അതേസമയം ആയുർവേദത്തിനേക്കാളും വളരെ പഴക്കമുള്ള ചിന്താർമണി ചികിത്സയുടെ ഭാഗം തന്നെയായ നാഡീ ചികിത്സ മുഖേനയാണ്. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ അലോപ്പതിക് മെഡിസിൻ എടുക്കുകയാണെങ്കിൽ അതിന് ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ട്, നമ്മൾ കേൾക്കാറുണ്ട്, ഒരുപാട് കണ്ടിട്ടുമുണ്ട്. പക്ഷേ ഈ നാഡി ചികിത്സയ്ക്ക് അങ്ങനെ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് അങ്ങനെ ഉണ്ടോ? നാഡീ ചികിത്സയിൽ വരുന്നത് വളരെ ഹെർബൽസ് ആയിട്ടാണ്. 100% ഹെർബൽസ് ആയതുകൊണ്ട് തന്നെ യാതൊരുവിധ സൈഡ് എഫക്റ്റും അതിൽ വരുന്നില്ല. അത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഡിസിൻ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ഡോക്ടർ മെയിനായിട്ട് ഈ നാഡീ ചികിത്സയിൽ ഏതൊക്കെ തരം രോഗങ്ങൾക്കാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്? നാഡീ ചികിത്സയിലൂടെ ഉദ്ദേശിക്കുന്നത് സാധാരണക്കാർക്ക് ഒരുപാട് നമുക്ക് ചിലവ് വരാത്ത രീതിയിലുള്ള ചികിത്സകൾ ഒന്ന് ഉദ്ദേശിക്കുന്നത്. രണ്ട്, നമ്മുടെ അലോപ്പതി ചികിത്സയിലൂടെ ഇപ്പോഴും അവർ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയിൽ നമുക്ക് എന്തെങ്കിലും ഈ കാലഘട്ടത്തിനുള്ള സംഭാവനകൾ കൊടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള മേഖലയിലുള്ള ചികിത്സയിലാണ് ചെയ്യുന്നത്. ഉദാഹരണമായി നമുക്ക് തേയ്മാനത്തിന് വേണ്ടിയിട്ട് നല്ല ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. സർജറി ഒഴിവാക്കി മുട്ട് മാറ്റി വയ്ക്കാതെ തന്നെ ഒരുപാട് പേർക്ക് നമ്മുടെ ചികിത്സയിലൂടെ രോഗം ഭേദപ്പെടുന്നുണ്ട്. അതുപോലെ പ്രമേഹത്തിന് ഇൻസുലിൻ ഒഴിവാക്കാൻ കഴിയുന്നുണ്ട്.
അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻസ് നമുക്ക് ഒഴിവാക്കി നമ്മുടെ ട്രീറ്റ്മെൻറ്റിലോട്ട് മാറി നമുക്ക് മെഡിസിൻ ഇല്ലാതെ മുമ്പോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഇതിലൂടെ വരുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർ, നമ്മൾ ഡയബറ്റീസ് എടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് തൊട്ട് ഡയബറ്റീസ് കാണുന്നുണ്ട്. ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുന്ന രോഗങ്ങളാണ് ഡയബറ്റീസ്, പ്രഷർ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഡോക്ടറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ 21 തരം പ്രമേഹത്തെ പറ്റി സംസാരിക്കുകയുണ്ടായിരുന്നു. അതെങ്ങനെയാണ് അങ്ങനെ തരംതിരിക്കാനുള്ള കാരണം? പ്രമേഹം 21 വിധത്തിലായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നതായിട്ടാണ് അഗസ്ത്യമുനി നമ്മുടെ നാഡീ ചികിത്സയിൽ പറയുന്നത്. ഇപ്പോഴത്തെ മോഡേൺ ചികിത്സയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ പ്രമേഹം ഒരുപാട് നമ്മുടെ ശരീരത്തിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കണ്ണിനെ ബാധിക്കുന്നത് റെറ്റിനോപ്പതി ആയിക്കോട്ടെ, അതുപോലെ നമ്മുടെ കാലിൻ്റെ സ്പർശനശേഷി നഷ്ടപ്പെടുന്നത് ന്യൂറോപ്പതി, ഡയബറ്റിക് ന്യൂറോപ്പതി, അങ്ങനെ നമ്മളെ ആന്തരിക അവയവങ്ങളെ കിഡ്നിയെ ബാധിക്കുന്ന നെഫ്രോപ്പതി, ഇത്തരത്തിൽ ഒരുപാട് തരത്തിൽ പ്രമേഹം നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്നുണ്ട്. ഇതൊരു സ്ലോ പോയിസൺ പോലെയാണ് പ്രമേഹം നമ്മുടെ ശരീരത്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് അന്നത്തെ കാലത്ത് തന്നെ അഗസ്ത്യമുനി 21 വിധത്തിൽ പ്രമേഹത്തിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. അതിനുള്ള പരിഹാരങ്ങളും അന്ന് തന്നെ ആ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ബേസിക്കിലാണ് നമ്മളിപ്പോൾ പ്രമേഹ ചികിത്സ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റിന് ആയിക്കഴിഞ്ഞാൽ, ഇപ്പോൾ അലോപ്പതിക് ട്രീറ്റ്മെൻറ്റിലാണെങ്കിൽ നമുക്ക് എമർജൻസി ആയിട്ട് കാഷ്വാലിറ്റിയിൽ പോവാം, ഡോക്ടേഴ്സിനെ കാണാനെല്ലാം സാധിക്കും. പക്ഷേ ഇപ്പോൾ നാഡി ചികിത്സ സൂര്യാസ്തമയത്തിന് ശേഷം നടത്താറില്ല എന്ന് പറയുന്നുണ്ട്. അതിനുള്ള കാരണം എന്താണ്? അതായത് ആദ്യകാലങ്ങളിൽ ഈ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ആവുന്നതിന് മുമ്പ് എല്ലാതരം ചികിത്സകളും ഈ പൗരാണിക വൈദ്യന്മാർ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് ഇപ്പോൾ മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അലോപ്പതി മേഖലയ്ക്ക് സാധിക്കാത്ത കാര്യങ്ങളാണ് കൂടുതലും നമ്മൾ ഏറ്റെടുക്കുന്നത്. അതുപോലെ ആൾക്കാർക്ക് പാർശ്വഫലങ്ങളില്ലാത്ത ചികിത്സ, അതുപോലെ തന്നെ അലോപ്പതി സെക്ഷനിൽ കഴിയാത്ത തരത്തിലുള്ള ചികിത്സകൾ ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊന്ന് സർജറി ഒഴിവാക്കുക എന്നുള്ള രീതിയിലാണ് നാഡീ ചികിത്സ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ നാഡീ പരീക്ഷയിലൂടെ ഉദ്ദേശിക്കുന്നത് വാതം, പിത്തം, കഫങ്ങളിൽ ഏതാണോ നമ്മുടെ ശരീരത്തിൽ കൂടി നിൽക്കുന്നത് അത് നമുക്ക് അതിൻ്റെ സമനിലപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലൂടെയാണ് അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ സമയത്ത് നമ്മുടെ ശരീരം നല്ല ആക്റ്റീവായിട്ടിരിക്കുന്ന സമയമാണ് ഈ രാവിലെ ഒരു സൂര്യ ഉദിക്കുന്ന സമയത്ത്. അതുപോലെ അസ്തമയ സമയമാകുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഈ രക്തഓട്ടത്തിലെ വ്യത്യാസങ്ങൾ വരികയും അതിലൂടെ നാഡി നമുക്ക് കൃത്യമായി ഡയഗ്നോസിസ് ചെയ്യാനും കഴിയാത്തൊരവസ്ഥ വരും. അത് സൂര്യാസ്തമയത്തിന് ശേഷം നമുക്ക് ശരീരത്തിലുള്ള വ്യത്യാസങ്ങൾ അനുസരിച്ചാണ് അസ്തമയത്തിന് ശേഷം നാഡീ ചികിത്സ ചെയ്യാത്തത് കൂടുതൽ. ഇപ്പോൾ ഡോക്ടറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ കഴിഞ്ഞ 8 തലമുറയായിട്ട് ഈ ഒരു ചികിത്സാ രീതി പിന്തുടരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിലും ഒരു 5-10 വർഷങ്ങൾക്ക് മുമ്പെയുള്ള ചികിത്സാ രീതികളല്ല ഇപ്പോൾ. ഒരുപാട് മെഡിക്കൽ ഫീൽഡ് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ അലോപ്പതിക് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ആണെങ്കിലും ആൾക്കാർക്ക് പൊതുവേ ഒരു ധാരണയുണ്ട് അതിനെ പറ്റിയിട്ട്. ഈ നാഡീ ചികിത്സയ്ക്ക് പറ്റിയിട്ട് അത്ര ധാരണയില്ല എന്നുള്ളത് തോന്നിയിട്ടുണ്ടോ? അതായത് നാഡീ ചികിത്സ തന്നെയാണ് ഇത് പറഞ്ഞ ആയുർവേദ പൗരാണിക ചികിത്സയുടെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ഈ നാഡി തന്നെയാണ്. ആയുർവേദത്തിലായിക്കോട്ടെ ഈ വാതപിത്ത കഫങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. സിദ്ധയിലായിക്കോട്ടെ വാതപിത്ത കഫങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അതേസമയം മർമ്മ ചികിത്സയും വാതപിത്ത കഫങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതിനേക്കാളും വലിയ പഴക്കമുള്ള ഒരു ചികിത്സാ രീതിയാണ് ചിന്താർമണി ചികിത്സ. അതും ഈ വാതപിത്ത കഫങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചികിത്സിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആദ്യകാലങ്ങളിൽ നാഡീ ചികിത്സയുടെ ഭാഗങ്ങളായിരുന്നു ഈ ചികിത്സകളെല്ലാം. പിന്നെ ആയപ്പോൾ ഇതിൻ്റെ ഭാഗങ്ങളായി മാറുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാരമ്പര്യമായിട്ട് ഈ ചികിത്സാ രീതി കുടുംബത്തിലുണ്ട്. അപ്പോൾ എന്തായാലും ഡോക്ടർക്ക് ചെറുപ്പം തൊട്ടേ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ഡോക്ടർ BAMS കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഇതിലേക്ക് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. അപ്പോൾ ചെറുപ്പം തൊട്ടേ ഈ ഒരു ചികിത്സ കണ്ടു വളർന്നതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് സ്വാഭാവികമായി ഉണ്ടായല്ലോ. ആ ഒരു അനുഭവം ഇതിലേക്ക് വരാനായിട്ടുള്ള കാരണം ഒന്ന് പറയാമോ? അതായത് ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ്റെയും അപ്പൂപ്പൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റ് കണ്ടാണ് ഞാൻ വളർന്നത്. അപ്പോൾ തന്നെ ഈ BSMS കോഴ്സ് പൂർത്തിയാക്കിയപ്പോൾ തന്നെ അതിൽ 2ാമത്തെ വർഷം നമ്മളെ പെത്തോളജി 1 എന്നുള്ളൊരു, അതായത് തമിഴ് പെത്തോളജിയാണ്. അതിൽ തന്നെ ഈ നാഡീ ചികിത്സയെക്കുറിച്ച് കൂടുതലായിട്ട് നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലെ ഒരു പാഠഭാഗം തന്നെ ഇതിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് സത്യം പറഞ്ഞാൽ പഠിക്കേണ്ട ആവശ്യമേ വന്നിട്ടില്ല. കാരണം നമ്മൾ ഇവിടെ നിന്ന് കണ്ട് നല്ല പ്രാക്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളത് പൂർണ്ണമായിട്ട് എല്ലാം അറിയാവുന്നുള്ള ഒരു വസ്തുത തന്നെയാണ്. ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേഷ്യൻസിനെ ഡെയിലി കാണേണ്ടി വരും. പല തരത്തിലുള്ള രോഗം കൊണ്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇതിൽ എന്തെങ്കിലും മനസ്സിൽ തട്ടിയ ഒരു അനുഭവം അല്ലെങ്കിൽ മറക്കാനാവാത്ത ഒരു അനുഭവം അങ്ങനെ എന്തെങ്കിലും? അതെ, തീർച്ചയായിട്ടും. കാരണം എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് മറ്റൊരു രോഗം മാറില്ല എന്ന് എല്ലാവരും വിധി എഴുതിയ ഒരുപാട് പേഷ്യൻസിനെ സുഖപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരക്കാരുടെ ഒരു ജീവിതം തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടറിൻ്റെ ഈ ഒരു പ്രവർത്തനത്തിൽ കിട്ടിയേക്കുന്ന ആദരം, പുരസ്കാരങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഒരുപാട് ബെസ്റ്റ് സിദ്ധ ഡോക്ടർ എന്നുള്ള പുരസ്കാരങ്ങൾ ഒരു 15-16ഓളം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഗവർണർ ഉൾപ്പെടെയുള്ള മിനിസ്റ്റേഴ്സ് ഉൾപ്പെടെ ഒരുപാട് വലിയ വ്യക്തികളിൽ നിന്ന് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടായിട്ടുണ്ട്.
ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ കയ്യിൽ നിന്നും ഗവർണറുടെ കയ്യിൽ നിന്നും അങ്ങനെ ഒരുപാട് പേരുടെ കേന്ദ്രമന്ത്രിമാരുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിക്കാനുള്ളൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു നാഡീ ചികിത്സ എന്ന് പറയുന്ന ഈ ഒരു ചികിത്സാ രീതി ഒരു അടുത്ത തലത്തിലേക്ക് അല്ലെങ്കിൽ അതിൽ കൂടുതൽ റിസർച്ച് അങ്ങനെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഈ ഡോക്ടറിൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ ഇപ്പോൾ? അതായത് നമ്മുടെ നാഡീ ചികിത്സ ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ടൊരു ഫോമിലല്ല. ഇപ്പോൾ ആയുർവേദത്തിൻ്റെ ആയിക്കോട്ടെ, സിദ്ധയിലായിക്കോട്ടെ, നമ്മുടെ മർമ്മ ചികിത്സയിലായിക്കോട്ടെ, ഇതിലെല്ലാം കമ്പൈനായിട്ട് കിടക്കുന്ന ഒരു ഇതിൽ എല്ലാത്തിൻ്റെയും ഒരു ബേസിക് എന്ന് പറയുന്നത് നാഡി തന്നെയാണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിട്ട് പ്രത്യേകിച്ചൊരു വിഭാഗത്തിലോട്ട് നമ്മൾ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇത് തന്നെയാണ് എല്ലാത്തിൻ്റെയും പൗരാണിക ചികിത്സയുടെ ബേസിക് നാഡിയായിട്ടാണ് അഗസ്ത്യമുനി കരുതിയിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകിച്ച് ഒരു ചികിത്സാ രീതിയായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞ് ഇതിനേക്കാളും എല്ലാത്തിനേക്കാളും ഒരു ഫസ്റ്റ് ക്വാളിറ്റി ചികിത്സയായിട്ട് വരാനും നമുക്ക് അതിലൂടെ പുതിയ റിസർച്ചുകൾ ചെയ്യാനും കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ നമുക്ക് ഈ നാഡി ചികിത്സ എന്ന് പറയുന്ന എല്ലാം നോൺ ഇൻവേസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. സർജറിയിൽ അങ്ങനെയുള്ള ഒന്നും സാധാരണ ആൾക്കാർക്കില്ല. പക്ഷെ നമ്മൾ പൊതുവേ അലോപ്പതിയിലായാലും വേറെ ട്രീറ്റ്മെൻറ്റിലൊക്കെ കേൾക്കുന്ന ഒരു സംഭവം എന്തെങ്കിലും ഒരു രോഗം ഉണ്ടെങ്കിൽ സർജിക്കലി റിമൂവ് ചെയ്യുക, അങ്ങനെ ഒരു ക്യൂറാണ്. മെഡിസിനും ഉണ്ടെങ്കിലും. അപ്പോൾ ഇങ്ങനെ സർജറി ഒന്നും ഇല്ലാണ്ട് ആ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ എഫക്റ്റീവ്നെസ് എത്രത്തോളം ഉണ്ട്? അതായത് നമ്മുടെ ഈ സർജറി എല്ലാം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഈ ചികിത്സയിലും സർജറിയെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അതായത് സർജറി ആദ്യമായി വന്നത് നമ്മുടെ ശുരകൻ, ശുശ്രുതൻ അവരുടെ കാലത്തിന് മുമ്പായിട്ടേ അഗസ്ത്യമുനി ശസ്ത്രക്രിയ ചെയ്യുന്ന ആയുധങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 21 തരം ശസ്ത്രക്രിയ ചെയ്യുന്ന കത്തികളെക്കുറിച്ച് അഗസ്ത്യമുനിയുടെ ശാസ്ത്രത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടമായപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഇപ്പോൾ നമ്മളെ മോഡേൺ സയൻസിന് കഴിയാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിപ്പോൾ റിസർച്ച് ചെയ്ത് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡോക്ടറിൻ്റെ അടുത്തൊരു രോഗി വരുമ്പോൾ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ്, ഡയഗ്നോസിസ്, ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? അതായത് നമ്മൾ ആദ്യം ഒരു പേഷ്യൻ്റ് വന്ന ഉടനെ തന്നെ പേഷ്യൻറ്റിൻ്റെ നാഡി ഡയഗ്നോസിസാണ് ആദ്യം ചെയ്യുന്നത്. നമ്മുടെ ബേസിക് തന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ ബേസിക് തന്നെ നാഡി ട്രീറ്റ്മെൻറ്റാണ്. അതായത് രോഗിയുടെ നാഡി നോക്കിയതിന് ശേഷം അതിൽ വാദം, പിത്തം, കഫം ഇതിലേതാണ് നമ്മുടെ ത്രിദോഷങ്ങളിൽ ഏതാണ് വർദ്ധിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഏതാണ് കുറവായിട്ടുള്ളത് എന്ന് ഡയഗ്നോസ് ചെയ്തിട്ട് അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ നാഡിയിലുള്ള വ്യത്യാസങ്ങൾ അനുസരിച്ച് ലേബ് ടെസ്റ്റുകളുടെ കൂടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയതയോടെ കൂടി തന്നെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഏതൊക്കെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കാണ് ഈ ഒരു ചികിത്സാ രീതി കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് വരുന്നത്? ഇത് എല്ലാത്തരം പ്രായക്കാർക്കും നമ്മുടെ നാഡി ട്രീറ്റ്മെൻറ്റ് വളരെ എഫക്റ്റീവാണ്. അത് കൂടുതലും നമുക്ക് വയസ്സിനനുസരിച്ചല്ല. അതായത് എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടും അവർക്കൊരു ഇതിന് വേറെ ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്ന് വിധി എഴുതിയ കേസുകളാണ് കൂടുതലും നമ്മളെ അടുത്ത് വരുന്നത്. ഇപ്പോൾ ഈ നാഡി ചികിത്സ എത്ര പെർസെൻറ്റേജ് എഫക്റ്റീവാണ് ഈ ഒരു ചികിത്സാ രീതി എന്ന് പറയുന്നത്? ഡോക്ടർ നേരത്തെ പറഞ്ഞു ഒരുപാട് പല സ്ഥലത്തും ട്രീറ്റ്മെൻറ്റ് പോയിട്ട് എഫക്റ്റ് ഇല്ലാത്തവർ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ എന്തായാലും അവർ പ്രതീക്ഷ എല്ലാം കൈവിട്ട് വരുന്ന ഒരു അവസ്ഥയിലാണ്. അങ്ങനെയുള്ളവരെ 100% ആ ഒരു ക്യൂർ കൊടുക്കാനായിട്ട് ഡോക്ടർക്ക് സാധിക്കാറുണ്ട്? 100% നമുക്ക് ഒരു രോഗത്തിന് അഗസ്ത്യമുനി തന്നെ രോഗങ്ങളെ സാധ്യം അസാധ്യം എന്ന് 2 രീതിയിൽ തരം തിരിച്ചിട്ടുണ്ട്. അതായത് ചില ജന്മനാലുള്ള രോഗങ്ങൾക്ക് ഒരു വലിയ ശതമാനം രോഗങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്ന് അഗസ്ത്യമുനി തന്നെ ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ നമുക്കൊരു 90% പേഷ്യൻസിന് നമ്മളെ ചികിത്സയിലൂടെ പൂർണ്ണ ഫലപ്രാപ്തി ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ചില രോഗങ്ങൾ, ഇപ്പോൾ തൈറോയ്ഡ് പോലെയുള്ള രോഗങ്ങൾ നമ്മൾ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടതായിട്ട് പറയപ്പെടുന്ന രോഗങ്ങളാണ്. അപ്പം അങ്ങനെയുള്ളതിന് ഒരു എഫക്റ്റീവായിട്ടൊരു ക്യൂർ നാഡി ചികിത്സയിലുണ്ടോ? അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ പ്രമേഹം, അതുപോലെ നമ്മുടെ പ്രഷർ ആയിക്കോട്ടെ, തൈറോയ്ഡ് ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള രോഗങ്ങളെ അതാത് രീതിയിൽ തരം തിരിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രമേഹം 21 വിധത്തിൽ തന്നെ അതിലും സാധ്യം അസാധ്യങ്ങളുണ്ട്. അതിൽ നമുക്ക് ഒരു 90% അല്ലെങ്കിൽ ഒരു 80% മുതൽ 90% വരെയുള്ള പേഷ്യൻസിന് നമുക്ക് ഇൻസുലിൻ ഒഴിവാക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ദിവസേന കഴിച്ചുകൊണ്ടിരിക്കുന്ന ഗുളികളെല്ലാം ഒഴിവാക്കാൻ കഴിയുന്നുണ്ട്. അതേസമയം നമ്മുടെ മരുന്നിലൂടെ മറ്റുള്ള മരുന്നുകളെല്ലാം തന്നെ ഒഴിവാക്കാനും കഴിയുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസ് കൂടുതലും എന്ത് തരം രോഗങ്ങൾക്കാണ് കൂടുതൽ? സ്കിൻ ഡിസീസസ് ആണോ അതോ ഇതുപോലെയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസിനാണോ? ഏതിനാണ് ഏറ്റവും കൂടുതൽ അവിടെ ട്രീറ്റ്മെൻറ്റിന് രോഗികൾ വരുന്നത്? നമ്മളടുത്ത് കൂടുതലും വരുന്നത് ഒന്ന് പ്രമേഹ രോഗികൾ വരുന്നുണ്ട്. സ്കിന്നുമായിട്ട് സോറിയാസിസ് അങ്ങനത്തെ ആട്ടോ ഇമ്മ്യൂൺ ഡിസീസ് പേഷ്യൻസ് കൂടുതലായിട്ട് വരുന്നുണ്ട്. പിന്നെ സർജറി നിർദ്ദേശിച്ച് പേഷ്യൻസ് കൂടുതൽ വരുന്നുണ്ട്. അതായത് നമ്മുടെ ഡിസ്കിൻ്റെ നട്ടലിൻ്റെ പ്രശ്നങ്ങളായിക്കോട്ടെ, കാലുമുട്ട് മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ള പേഷ്യൻസ്, അത്തരത്തിലുള്ള ആൾക്കാരാണ് കൂടുതലും വരുന്നത്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു നീ റീപ്ലേസ്മെൻറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ അതെല്ലാം ഒരു മരുന്നിലൂടെ അത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആവോ അതോ അതിനുശേഷം ബെഡ് റെസ്റ്റോ ഫിസിയോതെറാപ്പി അങ്ങനെയുള്ള എന്തെങ്കിലും നിർദ്ദേശിക്കാറുണ്ടോ? അത് മരുന്നിലൂടെ തന്നെ പൂർണ്ണമായിട്ടും സുഖപ്പെടുന്നുണ്ട്. അതായത് അത് നമുക്ക് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. തേഞ്ഞ് പോയിട്ടുള്ളതായിക്കോട്ടെ, അതുപോലെ ഡിസ്കിൻ്റെതായാലും
ബൾജ് ചെയ്തിരിക്കുന്നത് നമുക്ക് പൂർവാവസ്ഥയിലോട്ട് മെഡിസിനിലൂടെ തന്നെ തിരിച്ചെത്താനുള്ള കഴിയുന്നുണ്ട് അവർക്ക്. ഇത് എത്ര നാളുണ്ടാവും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഒരു കംപ്ലീറ്റ്? അത് ഒരു രോഗത്തിൻ്റെയും രോഗിയുടെയും സ്വഭാവം അനുസരിച്ചാണ്. രോഗത്തിൻ്റെ കാഠിന്യം വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മൾ കഴിക്കുന്ന മരുന്നിനും അതിൻ്റെ പഥ്യത്തിനും കാലയളവിനും വ്യത്യാസങ്ങളുണ്ടാകും. ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് കേൾക്കുന്നതാണ് ക്യാൻസർ. പലതരത്തിലുള്ള ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ ക്യാൻസർ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് പ്രായം നോക്കിയിട്ടൊന്നുമല്ല, ജീവിത രീതിയുടെ ആയിരിക്കാം. അപ്പം അങ്ങനെ ക്യാൻസർ പോലെയുള്ള മാറാരോഗങ്ങൾ എന്ന് പറയുന്ന ഇതിനെല്ലാത്തിനും നാടിയിൽ ചികിത്സയുണ്ടോ? മുൻപുള്ള കാലങ്ങളിൽ ക്യാൻസർ അങ്ങനെ നമുക്ക് അത്ര വലിയ കേട്ടുകേൾവിയുള്ള രോഗങ്ങളല്ല. വളരെ ഒരു 1,00,000 പേരിൽ 1-2 പേർക്ക് ഇത് ഉണ്ടാകുന്നത്. അന്നത്തെ കാലത്ത് വിപുരതി, പുറ്റുനോയ് ഇങ്ങനത്തെ പേരുകളിലാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. അന്നൊന്നും പ്രാചീന കാല ശാസ്ത്രങ്ങളിലൊന്നും ക്യാൻസറിനെ അല്ല വലിയ രോഗമായിട്ട് കരുതിയിട്ടുള്ളത്. അതിൽ ഈ മേഘരോഗം, അതായത് പ്രമേഹത്തിനാണ് ഏറ്റവും വലിയ രോഗങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ നമ്മുടെ ഈ മുഴ, അതുപോലെ പുറ്റുനോവ് ഇങ്ങനത്തെ ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് വലിയ രോഗമായിട്ട് കണക്കാക്കിയിട്ടില്ല. അതിൻ്റെ ഔഷധങ്ങൾ അനേകം അഗസ്ത്യമുനി വിധിച്ചിട്ടുണ്ട്. അതിലും സാധ്യം അസാധ്യങ്ങളുണ്ട്. അതിൻ്റെ മെഡിസിൻസ് നമ്മളെ കൈവശമുണ്ടെങ്കിലും നമ്മൾ അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് കൂടുതൽ ചെയ്യാറില്ല. ഇപ്പോൾ നാഡി ചികിത്സയായിട്ട് ബന്ധപ്പെട്ടുള്ള മരുന്ന് കഴിക്കുമ്പോൾ എന്തെങ്കിലും പഥ്യമോ അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങളോ കൊണ്ടുവരേണ്ടതുണ്ടോ? അത് രോഗത്തിനനുസരിച്ച് പഥ്യങ്ങളുണ്ട്. ആഹാരങ്ങളിൽ തന്നെ വാതത്തെയും പിത്തത്തെയും കൂട്ടുന്നതും കുറയ്ക്കുന്നതുമായിട്ടുള്ള ആഹാരങ്ങളുണ്ട്. അപ്പോൾ ഏതാണോ നമുക്ക് അനുയോജ്യമായിട്ടുള്ളത് അത്തരത്തിലുള്ള ആഹാരങ്ങളിൽ വ്യത്യാസങ്ങൾ വരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഈ നാഡി ചികിത്സ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ അത് കൂടിയിട്ടുണ്ടോ? അതെങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? അതായത് നാഡി ചികിത്സ എന്നുള്ളത് ഒരു പ്രത്യേക ഫോർമാറ്റിൽ ഇപ്പോൾ അങ്ങനെ നിലവിലില്ല ഇപ്പോൾ. കാരണം ആയുർവേദത്തിലും സിദ്ധത്തിൻ്റെയും ഒരു പാഠഭാഗമായിട്ട് തന്നെ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ സിദ്ധ കോഴ്സ് BSMS പഠിക്കുന്ന സമയത്ത് ഈ സെക്കൻഡ് പ്രൊഫഷനിൽ ഒരു പെത്തോളജി 1, അതായത് തമിഴ് പെത്തോളജിയിൽ ഈ നാഡീ ചികിത്സയാണ് പൂർണ്ണമായിട്ട് ഒരു പാഠഭാഗം തന്നെയുണ്ട്. അതിൻ്റെ ബേസിക്കുകളാണ് കംപ്ലീറ്റ് ആയിട്ട് പറയുന്നത്. അത് ഡീപ്പായിട്ട് നമ്മൾ പാരമ്പര്യമായിട്ട് കൈമാറി വന്നതാണ് ഇതിന്. ഇപ്പോൾ ഈ നാഡി ചികിത്സയ്ക്ക് എയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സ്കാനിങ്, ടെസ്റ്റോ, എക്സ്റേ അങ്ങനെയുള്ള എന്തെങ്കിലും സപ്പോർട്ടിംഗ് ആയിട്ട് ചെയ്യുന്നുണ്ടോ? അതെ, തീർച്ചയായിട്ടും. അതായത് നാഡി ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് രോഗങ്ങളിൽ എന്തെങ്കിലും ഇതിൽ വ്യതിയാനങ്ങൾ വളരെ വർദ്ധിച്ചുള്ള അവസ്ഥയിലാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോഴത്തെ ആധുനിക ചികിത്സാ രീതി, അതായത് അതിൻ്റെ ഡയഗ്നോസിലോട്ട് നമ്മൾ കടന്ന് നമ്മുടെ പേഷ്യൻസിനെ കൂടെ അത് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിൽ എക്സ്റേ, സ്കാനിങ്, ലാബ് ടെസ്റ്റുകളൊക്കെ എടുത്ത് ഇന്ന പ്രശ്നങ്ങളുണ്ടെന്ന് അവർക്ക് ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ്. ശാസ്ത്രീയ അടിത്തറയോടുകൂടി തന്നെയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ചികിത്സിക്കുന്നത്. അതേസമയം അപ്പൂപ്പൻ്റെ അച്ഛൻ്റെ കാലഘട്ടങ്ങൾ വെറും നാഡി ഡയഗ്നോസ് മാത്രം നോക്കിയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ കാലഘട്ടം മാറിയതനുസരിച്ച് നമ്മളും അതനുസരിച്ച് നമ്മുടെ ചികിത്സയിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾ മരുന്ന് ഒരു കോഴ്സ് ഉണ്ടാവുമല്ലോ ഒരു മരുന്നിന്, അപ്പോൾ അത് എത്ര ദിവസമാണ് ആ ഒരു കോഴ്സ് വരുന്നത്? അതൊരു മണ്ഡലകാലമാണ് പൊതുവെ എല്ലാ രോഗങ്ങൾക്കുള്ള മെഡിസിൻസ് ആയിട്ട് കൊടുക്കുന്നത്. 41 ദിവസത്തെ ചികിത്സയാണത്. ഇപ്പോൾ ഒരു രോഗിക്ക് ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് അടുത്ത കോഴ്സിലേക്ക് മരുന്ന് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഡോക്ടറെ വന്ന് കാണണോ, അതോ അതല്ലാതെ മരുന്ന് എത്തിക്കാനായിട്ട് എന്തെങ്കിലും? സാധാരണ രീതിയിലുള്ള രോഗങ്ങൾക്കെല്ലാം 41 ദിവസത്തെ ചികിത്സ തന്നെ മതിയാവും. പിന്നെ രോഗത്തിൻ്റെ കാഠിന്യം അനുസരിച്ച് നമുക്ക് 2-3 മണ്ഡലകാലങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. അത് നമ്മളെ പ്രമേഹം പോലെയുള്ള കടുപ്പമുള്ള രോഗങ്ങളാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം നീണ്ട് മെഡിസിൻ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ദൂരെ നിന്ന് വരുന്നവർക്ക് ഇവിടെ നിന്ന് എഴുതി നൽകുന്ന OP ചീട്ടുണ്ടെങ്കിൽ അത് അയച്ചു തരികയാണെങ്കിൽ കൊറിയർ മുഖേന അയച്ചു കൊടുക്കുന്ന സംവിധാനമുണ്ട് നമുക്ക്. ഓൾ ഇന്ത്യ ആണോ അതോ വിദേശത്തേക്ക് അയക്കുന്നുണ്ട്? ഇന്ത്യക്കകത്ത് എല്ലാ ഭാഗത്തും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ഒരു പ്രാവശ്യം നിർബന്ധമായിട്ടും പേഷ്യൻ്റ് വരണം. വന്നതിന് ശേഷം നാഡി പരീക്ഷയിലൂടെ രോഗം കണ്ടെത്തിയതിന് ശേഷം മാത്രമേ മെഡിസിൻ കൊടുക്കുകയുള്ളൂ. അതിന് ശേഷമുള്ള തുടർന്നുള്ള ഫോളോ അപ്പ് നമുക്ക് കൊറിയറിലൂടെ ചെയ്യുന്നുണ്ട്. ഡോക്ടർ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ടോ? ഓൺലൈൻ കൺസൾട്ടേഷൻ കൊറോണയുടെ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ചെയ്യുന്നില്ല. ഇപ്പോൾ നേരിട്ട് വന്ന് നാഡി ഡയഗ്നോസ് ചെയ്തതിന് ശേഷം മാത്രമേ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ശരിക്കും ഡോക്ടറിനെ കാണാൻ വരുന്ന രോഗിക്ക് ആ ലൊക്കേഷൻ ഒന്ന് കറക്റ്റായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കാം. അതായത് നമുക്ക് വെള്ളറട ആറാട്ടുകുഴി എന്നുള്ള ഒരു സ്ഥലത്താണ്, അവിടെ ജംഗ്ഷനിൽ തന്നെയാണ് നമ്മുടെ വൈദ്യശാല സ്ഥിതി ചെയ്യുന്നത്. കൺസൾട്ടേഷൻ ടൈം എങ്ങനെയാണ്? എത്ര ദിവസമുണ്ട്? കൺസൾട്ടിങ് 4 ദിവസമാണ് നമുക്ക് കൺസൾട്ടിങ് ഉള്ളത്. അത് ശനി, ഞായർ, ബുധൻ, വ്യാഴം ദിവസങ്ങളിലാണ്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം ഒരു 7 മണിയോളം കൺസൾട്ടിങ് ഉണ്ടാകും. അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ വേറെ എവിടെയെങ്കിലും കൺസൾട്ടേഷൻ ഉണ്ടോ? ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ മെഡിസിൻ്റെ നിർമ്മാണം തന്നെയാണ്. അത് നമ്മുടെ ഹോസ്പിറ്റലിന് അടുത്തുള്ള കാളിമല എന്നുള്ള സ്ഥലത്ത് നിന്ന് തന്നെയാണ് മെഡിസിൻ എല്ലാം കളക്ട് ചെയ്ത് എൻ്റെ മേൽനോട്ടത്തിൽ തന്നെയാണ് എല്ലാ മെഡിസിൻസും നിർമ്മിക്കുന്നത്. ഇപ്പോൾ ഡോക്ടറിൻ്റെ ഈ സ്ഥാപനത്തിൽ ഡോക്ടർ അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ ഉണ്ടോ അതോ ഒരു ഡോക്ടർ മാത്രമാണോ ഉള്ളത്? ഇപ്പോൾ ഞാൻ തന്നെയാണ് മെയിനായിട്ട് കൺസൾട്ട് ചെയ്യുന്നത്.
പിന്നെ എന്നെ കൂടാതെ ഒരു ലേഡി ഡോക്ടറോടെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ലേഡീസ് ആയിട്ടുള്ള പേഷ്യൻസ് വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ലേഡീസ് ഡോക്ടറിനെ അവിടെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഡോക്ടർ പറയുകയുണ്ടായിരുന്നു പലതരം ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം എഫക്റ്റ് ഇല്ലാതെ വരുന്ന സമയത്തും ഡോക്ടറെ സമീപിക്കാറുണ്ടെന്ന്. അപ്പോൾ നമ്മൾ കുറേ നാൾ ഏതെങ്കിലും മരുന്ന് കഴിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഒരുപാട് സൈഡ് എഫക്ട്സ് ബോഡിയിൽ ഉണ്ടാവും. അതിനുശേഷം ഡോക്ടറെ കാണാൻ വരുമ്പോൾ നമ്മൾ ഈ നാഡി ചികിത്സ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതിനുള്ള എന്തെങ്കിലും ഒരു റിവേഴ്സൽ നടക്കുന്നുണ്ട്? അതെ, തീർച്ചയായിട്ടും. അതായത് ഇത്തരത്തിലുള്ള പേഷ്യൻസ് വരുമ്പോൾ അത് വർഷങ്ങളോളം മറ്റു മെഡിസിൻസ് ഉപയോഗിച്ചിട്ട് വരുന്നവരാണ്. അപ്പോൾ നമ്മൾ നാഡി പരീക്ഷ, അതായത് നാഡി നോക്കുന്ന സമയത്ത് തന്നെ നാഡിയിൽ അതിരൂക്ഷമായ മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത്തരം നമുക്ക് സംശയങ്ങൾ തോന്നുന്നപ്പോൾ തന്നെ അടുത്തുള്ള ലാബിൽ അയച്ച് LFT RFT പ്രധാനമായിട്ട് ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ നമുക്ക് ക്രിയാറ്റിൻ കൂടുതലാണോ അല്ലെങ്കിൽ ലിവറിൻ്റെ SGOT SGPTയിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ അതൊക്കെ ഡയഗ്നോസ് ചെയ്തിട്ട് ആദ്യം ചെയ്യുന്നത് അത് റിവേഴ്സ് ചെയ്ത് വരിക എന്നുള്ളതാണ് ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ്. അതായത് നമുക്ക് കിഡ്നി ഡാമേജ് ആയി പോയിട്ടുണ്ടെങ്കിൽ അതിനെ റിവേഴ്സ് ചെയ്ത് അനേകം പേഷ്യൻസിന് അത്തരത്തിൽ റിവേഴ്സ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മാറ്റിയതിന് ശേഷമാണ് നമ്മളെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നത്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു 41 ദിവസത്തെയാണ് ഒരു കോഴ്സ് മരുന്ന് വരുന്നതെന്ന്. അതുപോലെ ചിലപ്പോൾ രണ്ടാമത്തെ കോഴ്സ് എടുക്കേണ്ടി വരും. അപ്പോൾ ഇത്രയും നാളത്തെ കോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര കോസ്റ്റ് വരുന്ന ഒരു പ്രോസസ്സാണോ ഇത്? ഇപ്പോൾ നമ്മളടുത്തെത്തുന്ന പേഷ്യൻസ് എല്ലാ സ്ഥലത്തും പോയിട്ട് അവസാനം ഒരു ആശ്രയമില്ലാതെയാണ് നമ്മളടുത്ത് വരുന്നത്. അതായത് അവർക്ക് ഒരു ഉദാഹരണമായി മുട്ട് തേയ്മാനത്തിന് വരുന്ന പേഷ്യൻ്റാണ്. ഒരു അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റിന് പോകുന്ന സമയത്ത് അവരുടെ അടുത്ത് നിർദ്ദേശിക്കുന്നത് കാലുമുട്ട് മാറ്റി വയ്ക്കുക എന്നുള്ള ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ അതിന് സാധാരണക്കാർക്കത് താങ്ങാൻ പറ്റുന്നതല്ല. കാരണം ഒരു കാലുമുട്ട് മാറ്റി വയ്ക്കുന്നതിന് 3 ലക്ഷം 4 ലക്ഷം രൂപ വരെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ അവർ മറ്റ് ഒരു ഓപ്ഷൻ ഇല്ലാത്തൊരവസ്ഥയാണ് ആരെങ്കിലും പറഞ്ഞു കേട്ട് അറിഞ്ഞൊക്കെ നമ്മളടുത്തോട്ട് വരുന്നത്. അപ്പോൾ നമുക്കൊരു 41 ദിവസത്തെ ഒരു ചികിത്സയിലൂടെ അത് അവർക്ക് അത്യാവശ്യം ഒരു ജോലി ചെയ്ത് ജീവിക്കാനുള്ള ഒരു അവസ്ഥയിലോട്ട് ഈ 41 ദിവസത്തിൽ തന്നെ എത്തുന്നുണ്ട്. പിന്നെ വളരെ രൂക്ഷമായ അവസ്ഥയാണെങ്കിൽ നമുക്കൊരു കോഴ്സ് കൂടെ മെഡിസിൻ എടുക്കേണ്ടി വരും. അപ്പോൾ അതിലൂടെ അവർക്ക് സാധാരണ ജീവിതത്തിലോട്ട് നയിക്കാൻ കഴിയുന്നുണ്ട്. അതേസമയം നമ്മളെ ഈ 3-4 ലക്ഷം രൂപ മുടക്കി റീപ്ലേസ് ചെയ്താലും അവർ ഏകദേശം ഒരു വർഷത്തോളം റെസ്റ്റ് എടുക്കേണ്ടി വരും. അതിൻ്റെ ഫിസിയോതെറാപ്പിയും അനുബന്ധമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളെല്ലാം കഴിഞ്ഞതിന് ശേഷമേ അവർക്കൊരു ജീവിതശൈലി സാധാരണ രീതിയിലുള്ള ഒരു ജീവിതം നയിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം സാധാരണക്കാർക്ക് ഒരു ദിവസം ജോലി ചെയ്തില്ലെങ്കിൽ പോലും അവർക്ക് പട്ടിണിയാവുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനത്തെ ആൾക്കാരാണ് കൂടുതൽ വരുന്നത് നമ്മുടെ അടുത്ത്. അപ്പോൾ അവർക്ക് അതൊരു സഹായമായി മാറുന്നുണ്ട് നമ്മുടെ ട്രീറ്റ്മെൻറ്റിലൂടെ. അതേസമയം ഇത് ഒരു യാതൊരു വിധത്തിലെ പാർശ്വഫലങ്ങളും ഇല്ലാത്തതായിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഹെർബൽസ് കൊണ്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ വരുന്നുണ്ടെന്ന്. ഇപ്പോൾ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന രോഗം എന്താണ്? അവിടെ ട്രീറ്റ്മെൻറ്റ് വരുന്നത് ഏത് രോഗത്തിന് വേണ്ടിയിട്ടാണ്? കുട്ടികൾ കൂടുതലും ഈ ത്വക്ക് രോഗങ്ങളായിട്ടാണ് വരുന്നത്. അതായത് ത്വക്ക് രോഗങ്ങളിലെ കരപ്പൻ, പഴയ കാലങ്ങളിൽ ചുവപ്പ്, ഇങ്ങനത്തെ വരുന്ന ത്വക്ക് രോഗങ്ങൾക്ക് കൂടുതലായിട്ട് വരുന്നുണ്ട്. അത് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള മെഡിസിൻ, അകത്ത് മരുന്ന് കഴിക്കാതെ തന്നെ നമുക്കതിലൂടെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന വേറൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കുട്ടികളില്ലാത്ത ഒരുപാട് ദമ്പതികളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് IVF ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം ഉണ്ട്. ഇപ്പോൾ ഡോക്ടർ നേരത്തെ PCOD PCOSൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇതിനുള്ളത് ട്രീറ്റ്മെൻറ്റും അവിടെ നാടി ചികിത്സയായിട്ടുണ്ടോ? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ധാരാളം പേഷ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റിലൂടെ അത് ഒരു 95% പേർക്കും സക്സസ് ആവുന്നുമുണ്ട്. ഇത് എത്ര നാളത്തെ ട്രീറ്റ്മെൻറ്റാണ് ഇതിന്? അതിനും നമുക്കിതുപോലെ ആദ്യത്തെ ഒരു മണ്ഡലകാലത്തെ ചികിത്സയാണ്. അതിലൂടെ തന്നെ നല്ല ഫലപ്രാപ്തി ലഭിക്കുന്നുണ്ട് നമുക്ക്. ഈ ഒരു മണ്ഡലകാലം അങ്ങനെ ഡോക്ടർ പറയുന്നതുകൊണ്ട് ചോദിക്കുകയാണ്, മണ്ഡലകാലം എന്നുള്ള അതിന് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ളത് വെച്ചിട്ടാണോ പറയുന്നത്? അതായത് നമ്മുടെ പ്രാചീന ചികിത്സകളിലെല്ലാം തന്നെ അതിൻ്റേതായിട്ടുള്ള കാലഘട്ടങ്ങളുണ്ട്. അപ്പോൾ 41 ദിവസം നമ്മൾ ശബരിമലയിലായാലും വ്രതം നോക്കിയിട്ട് പോകുന്നത് ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് അതൊരു 41 എന്നുള്ളൊരു സംഖ്യയ്ക്കൊരു പ്രത്യേകത വന്നത്. ചികിത്സാ രീതിയിലും അതേ രീതി തന്നെയാണ്. മണ്ഡലകാലത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ വ്രതങ്ങൾ, പദ്യങ്ങൾ ഇതൊക്കെ നോക്കുന്ന കാലഘട്ടങ്ങൾ ഒരു മണ്ഡലകാലമായിട്ടാണ് അന്ന് മുതലേ കണക്കാക്കിയിരിക്കുന്നത്. ഈ ഒരു മരുന്ന് കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും പഥ്യം അങ്ങനെ എന്തെങ്കിലും നോക്കാനുണ്ടോ? അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് വാതപിത്തം കഫങ്ങളിൽ ഏതാണോ കൂടുതലായിട്ട് നിൽക്കുന്നത്, അപ്പോൾ അതനുസരിച്ചുള്ള ആഹാരങ്ങളിലും അതിൽ കുറയ്ക്കുന്നതിന് തരത്തിലുള്ള ആഹാരങ്ങളിൽ വ്യത്യാസം വരുത്തേണ്ടതുണ്ട്. അപ്പോൾ ത്രിദോഷങ്ങൾ വർദ്ധിക്കാതിരിക്കുന്നതിനുള്ള ആഹാരങ്ങളാണ് പഥ്യത്തിന് വേണ്ടിയിട്ട് നിർദ്ദേശിക്കാറുള്ളത്. ഈ ഒരു കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഇത് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ടോ? അതായത് കോഴ്സ് കഴിഞ്ഞ് രോഗം മാറിയതിന് ശേഷം കുറച്ച് ദിവസം കൂടെ ആഹാര കാര്യങ്ങളിൽ, അതായത് വാതം പിത്തം കഫങ്ങൾ വർദ്ധിക്കുന്ന തരത്തിലുള്ള ആഹാരങ്ങൾ കുറച്ച് കാലഘട്ടങ്ങൾ കൂടെ ഒന്ന് ഒഴിവാക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് സാധാരണ രീതിയിലോട്ട് കിടക്കും.
എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി സംസാരിക്കാൻ നമുക്ക് സാധിച്ചു. എന്തായാലും ഡോക്ടറിൻ്റെ വിലയേറിയ സമയത്തിന് ഒരുപാട് നന്ദി. നന്ദി, നമസ്കാരം.